ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പോപ്പ് ഫ്രെയിമിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രെയിമാണ് പോപ്പ് ഫ്രെയിംസ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഫോണിലെ ക്യാൻവ ആപ്പ് ആദ്യം ഡൗൺലോഡ് ചെയ്യണം. ഇവിടെ ഞാൻ A4 ഡോക്യുമെൻ്റ് ആണ് എടുക്കുന്നത്. നമുക്ക് A4 ഡോക്യുമെൻറ്റോ A5ഓ ഏത് സൈസിൽ വേണമെങ്കിലും ഡോക്യുമെൻ്റ് എടുക്കാം. ഇത് എടുക്കുന്നത് കൊളാഷ് ഉണ്ടാക്കാനായിട്ടാണ് എടുക്കുന്നത്. ക്യാൻവ വെച്ചിട്ട് തന്നെ കൊളാഷ് ഉണ്ടാക്കണമെന്നില്ല, വേറെ ഏതെങ്കിലും എക്സ്റ്റേണൽ ആയിട്ടുള്ള ആപ്പ് യൂസ് ചെയ്തിട്ടും കൊളാഷ് ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം എലമെൻറ്റ്സിൽ പോയിട്ട് നമ്മളൊരു ഫ്രെയിമാണ് എടുക്കുന്നത്. ആ ഫ്രെയിം നമ്മുടെ ഡോക്യുമെൻറ്റിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ആദ്യം ആഡ് ചെയ്ത ആ ഫ്രെയിമിൻ്റെ അതേ സൈസ് കിട്ടാനായിട്ട് നമ്മൾ ഒരു ഫ്രെയിം എടുത്തിട്ട് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതി. പിന്നെ സെലക്ട് മൾട്ടിപ്പിൾസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാമല്ലോ. ഈ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫ്രെയിംസും ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അത് ആ ഗ്രൂപ്പ് ചെയ്തതിനെ നമ്മൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു നമ്മളെടുത്ത ഒരു ഡോക്യുമെൻറ്റിൽ മൊത്തം നമുക്ക് ഒരേ സൈസിലുള്ള ഫ്രെയിംസ് വെക്കാൻ പറ്റും. അതിനുശേഷം അത് അൺഗ്രൂപ്പ് ചെയ്തിട്ട് നമുക്ക് ഓരോ ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഡോക്യുമെൻ്റ് മൊത്തം നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്തു. ഇനി അപ്ലോഡ്സിൽ നിന്ന് ഓരോ ഫോട്ടോസായിട്ട് ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ കൊളാഷ് ഫോണിലേക്ക് സേവ് ചെയ്തു. ഇനി ഈ സേവ് ചെയ്ത ഫോട്ടോ ക്യാൻവയുടെ അപ്ലോഡ്സിൽ പോയിട്ട് അപ്ലോഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് എഫക്റ്റ് കൊടുത്തിട്ട് നമുക്കത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി വെക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ബ്ലാങ്ക് പേജ് ഓപ്പൺ ചെയ്തിട്ട് അതിലിത് ചെയ്താൽ മതി. പിന്നെ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ആ പിക്ചർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി സേവ് ചെയ്യാം. ഇവിടെ ഇൻഷോട്ട് ആപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ കട്ടൗട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കൊളാഷിൽ പോയിട്ട് ആവശ്യമായിട്ടുള്ള ഫോട്ടോ എടുത്തിട്ട് അത് കട്ടൗട്ട് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുക. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാങ്ക് ആക്കി എടുക്കുക. എന്നിട്ട് ആ ഫോട്ടോ ആണ് നമ്മളിവിടെ ക്യാൻവയിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഫോട്ടോയുടെ ഔട്ട്ലൈൻ നമുക്ക് ഷാഡോസിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്ലൈൻ കൊടുക്കുക. അത് കളറ് വൈറ്റ് ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ടെക്സ്റ്റ്, ഇപ്പോൾ ആനിവേഴ്സറി എന്നാണെങ്കിൽ അത്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ടൈപ്പ് ചെയ്യുന്നുള്ളത് നമ്മൾ ടെക്സ്റ്റിൽ പോയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു ഫോണ്ട് സ്റ്റൈൽ എടുത്തിട്ട് നമുക്കത് അവിടെ സെറ്റ് ചെയ്യാം. ലാസ്റ്റ് നമുക്ക് ഡൗൺലോഡ്സിൽ പോയിട്ട് ഇമേജ് ആയിട്ട് സേവ് ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളാണ്. നമുക്ക് നമ്മുടെ ഫോൺ യൂസ് ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രെയിമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.